അത്രയും വലിയ ഒരു സ്റ്റേജിൽ അങ്ങനെ ഒരു നഗ്നതാ പ്രദർശനമൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അയാൾ ആൽക്കഹോളിക് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളായിരിക്കും. ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഷോ ആണ്, അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനത്തെ കാണിക്കാനായിട്ട് ഇത് എന്താ പറയുക, ഇത് ഐറ്റം സോങ് ഒന്നല്ലല്ലോ അവർ പാടിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അല്ലല്ലോ അവരത് ചെയ്യുന്നത്. ഇവര് ഈ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കല അല്ലെങ്കിൽ ആ മ്യൂസിക്കിനെ ആസ്വദിക്കുന്നതിനപ്പുറത്തേക്കും അത് ആരാണോ അവതരിപ്പിക്കുന്നത് അവരെ ഒബ്ജക്ടിഫൈ ചെയ്തിട്ട് ഒരു സെക്ഷലി ഹോണിയായി മാറുകയാണ് ഇത്തരം ആൾക്കാർ ചെയ്യുന്നത്. ഇത് ഓരോ ആൾക്കാരുടെ മെന്റൽ സ്റ്റേജാണ്, അവരങ്ങനെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനുള്ള എന്തെങ്കിലും വഴികൾ തേടുക, അല്ലാന്നുണ്ടെങ്കിൽ പൂട്ടിയിടുക. ചിത്രേ, കഴിഞ്ഞ ദിവസമായിരുന്നു വാർത്താ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. പ്രഞ്ജൽ ദഹി എന്ന് പറയുന്നത് ഒരു മ്യൂസീഷ്യനാണ്. പുള്ളിക്കാരത്തി മുംബൈയിൽ ഒരു സ്റ്റേജ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മുൻനിരയിലിരുന്ന ഒരു മധ്യവയസ്കൻ അശ്ലീല പ്രദർശനം കാണിച്ച ആ ഒരവസ്ഥയും പിന്നീട് അവർ പാട്ട് നിർത്തി അതിന് ഒരു ചുട്ട മറുപടി കൊടുക്കുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു. ചിത്ര വാർത്ത കണ്ടിരുന്നു? ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കത് ഭയങ്കര വിയേർഡായിട്ട് തോന്നി. അതായത് അത്രയും വലിയ ഒരു സ്റ്റേജിൽ അങ്ങനെ ഒരു നഗ്നതാ പ്രദർശനമൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ അയാൾ ആൽക്കഹോളിക് ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളായിരിക്കും. ഇതിനകത്ത് ഏതെങ്കിലും രണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്തൊക്കെ പെരുമാറണം. എനിക്ക് തോന്നുന്നു ഇത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഇത് കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കണ്ടിട്ടില്ലേ, എനിക്ക് തോന്നുന്നു അവൈലബിലിറ്റി ഇല്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കാം. ഈ പിന്നെ ബാക്കിയുള്ളവരൊക്കെ എൻജോയ് ചെയ്യണ കാണുമ്പോഴേക്കും ഇങ്ങനെ വരുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പോൺ അഡിക്ഷൻ കൂടുതലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. പക്ഷേ ആരെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, ഇവരിങ്ങനെ കാണിക്കും അല്ലെങ്കിൽ അവരിങ്ങനെ കാണിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ലല്ലോ. ഒരുപാട് കേസസ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരാരും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അത്രയും ഒരു ഓപ്പൺ സ്റ്റേജിൽ വെച്ചിട്ട് ആ പെൺകുട്ടി പോലും ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കും പെട്ടെന്ന് ആ ഒരു മ്യൂസിക് ഒക്കെ നിർത്തിയിട്ട് പ്രജൽ അല്ലെങ്കിൽ അവർ നൽകിയ ആ ഒരു റെസ്പോൺസ് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാർഹപ്പെട്ടത്. കാരണം അവർ പറഞ്ഞതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് നിങ്ങളുടെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ, നിങ്ങൾ ദയവായി കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയും സഹോദരിയും മകളും ഒക്കെ അത്തരം എന്ന് വെച്ചാൽ ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരെല്ലാം പങ്കെടുക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായി സംയമനം പാലിക്കുക, അതാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെയാണ് പുള്ളിക്കാരത്തെ ആ ഒരു പാട്ട് നിർത്തിയിട്ട് പറഞ്ഞത് എന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം ഈ പറയുന്ന നഗ്നതാ പ്രദർശനങ്ങളാണെങ്കിലും അശ്ലീല പ്രദർശനങ്ങളാണെങ്കിലും അതിനെ ഒരു ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വസ്ത്രധാരണമാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ അവിടെ വന്നതുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിക്കുന്നത്, അതാണ് ആ ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാനുള്ളൊരു റീസൺ അതാണ്. ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ഈ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കേൾക്കുന്നൊരു കാര്യം. ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ അത്തരത്തിലുള്ള റെസ്പോൺസുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. കാരണം ഒരു മ്യൂസിക് ഷോ ആണ്, അത് മുംബൈയിൽ നടക്കുന്ന ഒരു മ്യൂസിക് ഷോ ആണ്. അവിടെ ഏത് രീതിയിലുള്ള ഡ്രസ്സിങ് സെൻസ് ആണ് മ്യൂസിക് ഷോയിലേക്ക് വരുന്നതെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇവരൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവൾ ഇങ്ങനത്തെ വസ്ത്രധാരണ അല്ലേ ധരിച്ചത്, അതുകൊണ്ട് അമ്മാവന് കൺട്രോൾ പോയതായിരിക്കും. കൺട്രോള് പോകുന്നെന്ന് വെച്ച് ഇത്രയും വലിയൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അല്ലെങ്കിൽ എന്താ പറയുക, അവരുടെ ഡ്രസ്സിങ് മോശമായതുകൊണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ കാണിക്കേണ്ട സമയം കഴിഞ്ഞു. ഇത് ഓരോ ആൾക്കാരുടെ മെന്റൽ സ്റ്റേജാണ്, അവരങ്ങനെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നല്ലെങ്കിൽ ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാനുള്ള എന്തെങ്കിലും വഴികൾ തേടുക, അല്ലാന്നുണ്ടെങ്കിൽ പൂട്ടിയിടുക. ഇത് ഏതെങ്കിലും ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ഭയങ്കര ദോഷം ചെയ്യുകയുള്ളൂ. ഈ ഒന്നും ആലോചിച്ച് നോക്കി, അവിടെ കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുണ്ടാവാം. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോഴേക്കും നമുക്കിത് എന്താ പറയുക, ഈ ഒരു പാട്ട് നടക്കുന്ന ഒരു സ്റ്റേജിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ, നല്ല രസമുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടാവും. ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുക. ഇപ്പം ഇയാൾക്ക് ഇതൊരു റൂമിലാണെങ്കിൽ ചെയ്യാം, അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ റൂമിലുള്ളത്. പക്ഷേ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വന്ന് കാണിക്കുമ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണോ അവിടെ ഉള്ളത്? ഇത് കോമൺ സെൻസ് ഇല്ലാത്ത പ്രശ്നം കൊണ്ട്
പ്രശ്നങ്ങൾ കൊണ്ടിട്ട് വരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാൾക്ക് എന്തോ മാനസികമായിട്ടുള്ള ഒരു പ്രശ്നം. ഈ മ്യൂസിക് ഷോകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം, ഒന്ന് എൻജോയ് ചെയ്യാനാണ് കൂടുതൽ ആൾക്കാരും ഈ മ്യൂസിക് ഷോസിലേക്കൊക്കെ പോകുന്നത്. അവിടെ ഒരു ഫാഷൻ ഷോ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് ഷോ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് അത് ആസ്വദിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് എത്തുന്നത്. പലതായിട്ട് മുംബൈയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മ്യൂസിക് ഷോകൾ കണ്ടക്ട് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിഫൈ എന്ന് വെച്ചാൽ പുരുഷന്മാരുടെ ഷോയിൽ ഇങ്ങനെ കയറി നഗ്നത പ്രദർശനം അല്ലെങ്കിൽ അശ്ലീല പ്രദർശനം കാണിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനത്തെ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷേ കൂടുതലായിട്ടും എനിക്ക് തോന്നിയിട്ടൊരു ഫാക്ടർ, ഇവര് ഈ പറയുന്ന അല്ലെങ്കിൽ ആ ഒരു കല അല്ലെങ്കിൽ ആ മ്യൂസിക്കിനെ ആസ്വദിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കും അത് ആരാണോ അവതരിപ്പിക്കുന്നത് അവരെ ഒബ്ജക്റ്റിഫൈ ചെയ്തിട്ട് ഒരു സെക്ഷലി ഹോണിയായി മാറുകയാണ് ഇത്തരം ആൾക്കാർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവരവിടേക്ക് വരുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. ആ ഒരു തലങ്ങളിലേക്ക് മാറ്റപ്പെടുന്നതും അത് ആ ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരത്തേക്ക് ഇവരുടെ വസ്ത്രധാരണത്തെ പറ്റിയും അല്ലെങ്കിൽ ആ തലങ്ങളിലേക്ക് ഇവരെ അട്രാക്റ്റ് ആക്കുന്ന രീതിയിൽ, പുരുഷന്മാരെ അല്ലെങ്കിൽ ഇവരെ അട്രാക്റ്റ് ആക്കുന്ന രീതിയിൽ അങ്ങനെ വന്നിട്ടാണ് ഇയാൾ ഹോണിയായി മാറിയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആണുങ്ങളാണ് ഇത് കൂടുതൽ ചെയ്യുന്നത്. പെണ്ണുങ്ങൾ എത്ര പേര് ഇങ്ങനെ അവിടെ തുണിയൊക്കെ അഴിച്ചിട്ട് നിന്ന് ഡാൻസ് കളിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇത് കൂടുതൽ ആൺകുട്ടികളുടെ ഇടയിലാണ് ഇത് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത് എൻജോയ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അവർക്ക് അങ്ങനെ കാണിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഓപ്പൺ സ്റ്റേജ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കുന്ന ആൾക്കാർ മൊത്തം അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ കാണിക്കാം. അവർക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ അത് എൻജോയ് ചെയ്യുന്ന അവർക്ക് ഉറപ്പുണ്ടെങ്കിൽ കാണിക്കാം. ഇല്ലാതെ അങ്ങനെ കാണിക്കുന്ന ഒരു ഇപ്പൊ പബ്ബിലേക്ക് ഇപ്പൊ നമ്മൾ ചില വീഡിയോസ് നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പബ്ബുകളിലേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവര് അവിടെ പ്രതീക്ഷിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആംബിയൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇന്ന ആൾക്കാർ ഈ പറഞ്ഞ ചേട്ടൻ അവിടെ പോയി കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ളൊരു ഒരു പോസിബിലിറ്റി ഉണ്ട്, അവർക്കത് ചെയ്യുകയും ചെയ്യാം, അതിനൊരു ചാൻസും അയാൾക്ക് കിട്ടും. പക്ഷെ ഇത് ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഷോ ആണ്. അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇങ്ങനത്തെ കാണിക്കാനായിട്ട് ഇത് എന്താ പറയുക, ഇത് ഐറ്റം സോങ് ഒന്നല്ലല്ലോ അവർ പാടിയത്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം അല്ലല്ലോ അവരത് ചെയ്യുന്നത്. അവരൊരു ആർട്ട് അവരത് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കുന്നു. അതിന്റെ ഇടയിൽ ഇങ്ങനത്തെ വൃത്തികേട് കാണിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. എനിക്ക് ആ ഡ്രസ്സിങ് കണ്ടിട്ടും എനിക്ക് മോശമായിട്ട് ഫീൽ ചെയ്തില്ല. ഓരോരുത്തരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി വേറെ വേറെ ആയിരിക്കും. ഇപ്പൊ ഒരു സെക്സ് മാനിയായിക്ക് ആയിട്ടുള്ള ഒരാൾക്ക് അയാൾക്ക് എന്ത് കണ്ടു കഴിഞ്ഞാലും ആ ഒരു ഫീലേ ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളോട് വരെ ഈ സെക്ഷുവാലിറ്റി ഫീല് തോന്നുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പം നമുക്കൊരു ചെറിയ കുട്ടിയെ കാണുന്ന സമയത്ത് അതിനായിട്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു വാത്സല്യ ഫീലായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ അതേ കുട്ടിയോട് തന്നെ ഈ ഒരു സെക്ഷൽ ഫീല് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ലാതെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെയും അതേപോലെ അട്രാക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ പറയുന്നിടത്താണ് ഈ ഒരു പ്രശ്നം. ഇങ്ങനെ മാനസിക സ്ഥിതിയുള്ള ആൾക്കാർ എവിടെ പോയാലും ഒരു 60 വയസ്സുള്ള അമ്മൂമ്മയെ കണ്ടു കഴിഞ്ഞാൽ പോലും അവർക്ക് ഇതേ ഫീലായിരിക്കും തോന്നാന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഈ ആൾക്കാർ പറയാൻ പോകുന്നത്, അമ്മൂമ്മ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൗസ് ഇങ്ങനെ ധരിച്ചുകൊണ്ട് നടന്നു. അല്ല, ആ ഇത്തരം കേസുകളിലൊന്നും അവര് ഇങ്ങനെ പറയില്ല. പക്ഷെ ഈ 20 വയസ്സ് അല്ലെങ്കിൽ 25 വയസ്സ് ആ ഒരു പീരീഡ് ഓഫ് ടൈമിലുള്ള കുറച്ച് ആൾക്കാർക്ക് എന്തെങ്കിലും ലൈംഗിക അതിക്രമണങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ ഉടനെ പോയി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിനകത്ത് പോയി തപ്പും. ഏതെങ്കിലും ഒരു സ്ലീവ്ലെസ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോയ്സിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് പോയി ഹിസ്റ്ററി തപ്പിയെടുത്ത്, ഇനിയിപ്പോൾ ഈ പറയുന്ന സിംഗറിൻ്റെ തന്നെ ഹിസ്റ്ററി തപ്പിയെടുക്കാൻ ആൾക്കാർ പോയിട്ടുണ്ട്. സിംഗർ അത്ര മോശമൊന്നുമല്ല, സിംഗറിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞ് ഇവരെ എങ്ങനെയെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യും. ഇവർക്കിത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ച് ഹോണി ആയാലും പ്രശ്നമൊന്നുമില്ല, ഇവരിങ്ങനത്തെ ആളാണ്. അതാണ് ഒരു പ്രധാന കാര്യം. ഈ സിംഗർ പറഞ്ഞ തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, കൺട്രോൾ ചെയ്യൂ. നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഒരുപാട് റെഡ് സ്ട്രീറ്റുകളുള്ള ഒരു സ്ഥലം കൂടെയാണ് ഈ പറയുന്ന മുംബൈ, ഡൽഹി പോലെയുള്ള സ്ഥലങ്ങൾ. അപ്പം അവൈലബിലിറ്റി ഉണ്ട് നിങ്ങൾക്ക്. അപ്പം അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഈ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഇവരിത് റെപ്പിറ്റ് ചെയ്യും. ഇവരിക്കും നല്ലതായിരിക്കും. ഇതാണ് അവര് ഈ മ്യൂസിക് കാണുന്നതിന് പകരം ഒരു സ്ത്രീയെ കാണുമ്പോൾ ഇതാണ് തോന്നേണ്ടത്. ഇങ്ങനെ ഒരു തോട്ട് വന്നു കഴിഞ്ഞാല് പിന്നെ ഏത് സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതേ തോന്നുള്ളൂ. അപ്പൊ പിന്നെ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല. എന്തായാലും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ ഒരു ഇവര് ചിലപ്പോ ഇത് പാടി അങ്ങ് പോയിട്ടേ FBയിലോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ വന്നിട്ട് റെസ്പോൺസ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും തോന്നുന്നില്ല. സ്പോട്ടിൽ അത് പ്രതികരിച്ചത് കൊണ്ടാണ് ഇത് ഇത്ര വലിയൊരു ചർച്ചാ വിഷയം.
എല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് പ്രതികരിച്ച് പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനത്തെ ആൾക്കാരെ വെളിച്ചത്ത് കാണാൻ പറ്റും എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതെ അതെ.